ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. എൻ്റെ പണത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. മറ്റൊന്നുമല്ല, ദ സൈക്കോളജി ഓഫ് മണി ബൈ മോഗൻ ഹോസൽ. ഈ ബുക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചല്ല, പകരം പണത്തെക്കുറിച്ച് എങ്ങനെ നമ്മൾ ചിന്തിക്കണം, തിങ്ക് ചെയ്യണം, വെൽത്ത് എങ്ങനെ ബിൽഡ് ചെയ്യണം, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമുള്ള ഒരു ഫിനാൻഷ്യൽ ലൈഫ് എങ്ങനെ പടുത്തുയർത്താം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പണത്തിനും ഇമോഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ്. ഈ ബുക്കിൻ്റെ പേര് തന്നെ കണ്ടില്ലേ, സൈക്കോളജി ഓഫ് മണി, പണത്തിൻ്റെ സൈക്കോളജി. മനുഷ്യർക്കല്ലേ സൈക്കോളജിയൊക്കെ ബാധകമായിട്ടുള്ളൂ, പണത്തിനുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വാങ്ങിച്ച് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. ഇതിൽ നിന്ന് ഞാൻ ഒന്നാമതായിട്ട് മനസ്സിലാക്കിയ പാഠം, ലെസൺ 1, നമ്മളുടെ ജീവിതത്തിൽ ലക്ക് എന്ന് പറയുന്ന കാര്യം, ഭാഗ്യം എന്ന് പറയുന്ന കാര്യം, ആ ഒരു കാര്യത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കും. ശരിയാണ്, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തി വിജയിക്കുന്നതിൽ, സക്സസ് ആവുന്നതിൽ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിയായിട്ടുള്ള സമയം, ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ശരിയായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആണോന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സക്സസ് ആവാൻ ശ്രമിക്കുമ്പോൾ ബിൽഗേറ്റ്സിനെ പോലുള്ള വലിയ ആളുകളെ എപ്പോഴും കോപ്പി ചെയ്യുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജേണിയെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മളുടെ മനസ്സമാധാനത്തെ എടുത്ത് കളയാൻ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പാഠം, നിങ്ങൾക്ക് എത്ര പണം കിട്ടിയാൽ മതിയാകും? നിങ്ങളുടെ ഇനഫ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എത്രയാണ്? ഒരു 10 ലക്ഷം, 1 കോടി, 10 കോടി? മിക്ക ആളുകൾക്കും ആൻസർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വരുമാനം കൂടുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ജീവിതശൈലി കൊണ്ടുള്ള ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ എല്ലാവരും ചോദിക്കണം, വാട്ട് ഈസ് ഇനഫ് ഫോർ മീ? എനിക്ക് എത്ര കിട്ടിയാൽ മതിയാകും? ഈ ഇനഫ് എന്ന് പറയുന്നത് ഒരു പണത്തിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് മാത്രം നമ്മൾ ചിന്തിക്കരുത്. ചിലർക്കത് ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കണം, ചിലർക്കത് പീസ്ഫുൾ ഫാമിലി ലൈഫാണ്, ചിലർക്കത് സ്ട്രെസ് ഇല്ലാത്ത ജീവിതമാണ്. ഈ ഇനഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് കുറേ പീസ്ഫുൾ ആകും. പണത്തിൻ്റെ പുറകെ മാത്രം ഓടിക്കൊണ്ടുള്ളൊരു ജീവിതം ആയിരിക്കില്ല പിന്നെ നമ്മുടേത്. നമ്മൾക്ക് എന്താണ് ഇനഫ്, എവിടെയാണ് നമ്മൾക്ക് മതിയാവുന്നത്, എങ്ങനെ ജീവിച്ചാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ പറ്റും, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പണത്തിലേക്ക്, അല്ലെങ്കിൽ പണത്തെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാഠം, ലെസൺ 3, നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കുറച്ച് സേവ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഫ്യൂച്ചർ സാലറി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്ക് 100% കൺട്രോൾ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം സേവ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് പറയുമ്പോൾ പലരും പറയും, ഞങ്ങൾക്ക് സേവ് ചെയ്യാനുള്ളതില്ല. പക്ഷേ പണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം സേവ് ചെയ്യുക, അതിനുശേഷം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. നിങ്ങളുടെ വരുമാനം എത്ര ചെറുതാണെങ്കിലും ചെറിയൊരു സേവിങ് ഹാബിറ്റ് തുടങ്ങുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വെൽത്ത് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ധനം, സമ്പത്ത് എന്ന് പറയുന്നൊരു കാര്യം ഒറ്റ രാത്രി കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവ് ചെയ്താൽ മാത്രം. ആ സേവ് ചെയ്യുന്ന പണം മറ്റൊരാവശ്യത്തിനും എടുക്കരുതെന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അല്ലാതെ സേവ് ചെയ്യുന്നു, പിറ്റേ മാസം എന്തെങ്കിലും ആവശ്യത്തിന് ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും പറയും ഇത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ നടക്കുന്ന കാര്യം തന്നെയാണ്. ആ പൈസ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ കയ്യിൽ ഇല്ലയെന്ന് ചിന്തിക്കുക, അപ്പോൾ പിന്നെ അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് എങ്കിലും എല്ലാ മാസവും നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ, നമ്മളുടെ ലോണുകളുടെ വലിപ്പവും അതുപോലെ നമ്മളുടെ കടബാധ്യതകളും നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഒരുപാട് അവർ അഡ്മയർ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനോടൊക്കെ ഭയങ്കര ഫാസിനേഷൻ തോന്നും. പക്ഷേ നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഈ പറയുന്ന ലോൺ എടുത്ത് വാങ്ങിക്കുന്ന EMIയിൽ വാങ്ങിക്കുന്ന സാധനങ്ങളോ ഒന്നും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ്.
നാലാമത്തെ പാഠം ലെസൺ 4. പലരും ഈ വെൽത്ത് എന്ന് പറയുമ്പോൾ ലക്ഷറി ആയിട്ടുള്ള കാറ്, വലിയ വീട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ, ഇതൊക്കെയാണ്. പലപ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും ആളുകളുടെ ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ബുക്ക് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. റിയൽ വെൽത്ത് ഈസ് ഫ്രീഡം. സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നു. നമുക്കിഷ്ടമുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാൻ പറ്റുക, നമ്മുടെ ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുക, വെക്കേഷന് പോവാനായിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരിക്കുക, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുക, അതാണ് യഥാർത്ഥ വെൽത്ത് എന്നാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞു വെക്കുന്നത്. പണം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സമയവും ഫ്രീഡവുമാണ്. ഇനി അഞ്ചാമത്തെ പാഠം ലെസൺ 5. ജീവിതം ശരിക്കും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈഫ് ഒരിക്കലും നമ്മുടെ പ്ലാൻ പോലെ മാത്രം പോകില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരും, ജോലി മാറിയെന്ന് വരും, ഹെൽത്ത് ഇഷ്യൂസ് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് വേണം. ഈ ഒരു ബുക്കിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഫൈനാൻഷ്യൽ കുഷൻ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൊരു ഫണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് ഉറപ്പുള്ളൊരു ഫണ്ട് ഉണ്ടെങ്കിൽ എത്ര പ്രോബ്ലംസ് വന്നാലും നമുക്ക് അധികം പാനിക് ആകേണ്ടി വരില്ല. എന്നാൽ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ വരുമ്പോൾ പോലും നമ്മൾ പേടിക്കും. അതുകൊണ്ട് ചെറിയൊരു എമർജൻസി ഫണ്ട് എല്ലാ മാസവും പതിയെ പതിയെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ആറാമതായിട്ട് ഇതിൽ പറയുന്ന ഒരു പാഠം ലെസൺ 6. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും താല്പര്യം തോന്നിയതുമായിട്ടുള്ള ഒരു ലെസൺ ഇതാണ്, അല്ലെങ്കിൽ പാഠം ഇതാണ്. ഇന്നത്തെ ജനറേഷനെല്ലാം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് സക്സസ് വേണം, പെട്ടെന്ന് തന്നെ പണം വേണം, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വേണം. പക്ഷേ ഈ റിയൽ വെൽത്ത് എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ് ഫോം ചെയ്യുന്നത്. ഇത് പതിയെ മാത്രമേ വളരുകയുള്ളൂ. ഒരു ചെറിയ വിത്ത് നടുന്നത് പോലെ പതിയെ പതിയെ ഒരു ഇലയായി, അതിനുശേഷം അതൊരു മരമായി വളർന്നു വരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഡെയിലി ചെറുതായി സേവ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ആ ട്രീ വളരെ വലുതായിരിക്കും. അതായത് നമുക്ക് ഒരു വലിയ ഫൈനാൻഷ്യൽ സൂപ്പർ പവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ വേണം. ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാവാം എന്ന് ചിന്തിച്ച് എവിടേക്ക് എത്തിയാലും അതൊരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല. ഏഴാമത്തെ പാഠം ലെസൺ 7. ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ, നമ്മളിൽ പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണം സമ്പാദിക്കുന്നതും പണം സേവ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണം ഏൺ ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് വരുമാനം നേടുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ ആ വരുമാനം നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് മറ്റൊരു സ്കില്ലാണ്. പലർക്കും പണം നേടാനുള്ള സ്കില്ലുണ്ടായിരിക്കും, പക്ഷേ അതിനുശേഷം അത് നമ്മളുടെ കൂടെ നിലനിർത്താനുള്ള സ്കില്ലുണ്ടായിരിക്കില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നല്ല ഇൻകം ഏൺ ചെയ്യുകയും പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അൺനെസസറി സ്പെൻഡിങ് അവർക്കുണ്ടായിരിക്കും. റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കുന്നുണ്ടായിരിക്കും. ഇത് കാരണം അവർ ആ ഉണ്ടാക്കുന്ന പണം കൂടി നഷ്ടപ്പെടും. പണം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് നല്ല ധൈര്യം വേണം. പക്ഷേ പണം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിസിപ്ലിൻ വേണം. പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പണം നിലനിർത്തുക എന്ന് പറയുന്നത്. എട്ടാമത്തെ പാഠം ലെസൺ 8. നമ്മളുടെ ഫ്യൂച്ചർ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളിലും ഒരു ബഫർ വേണം. അതായത് എമർജൻസി സേവിങ്സ് എല്ലാ കാര്യങ്ങളിലും വേണം. ഇൻഷുറൻസ്, നമ്മൾ ഏതൊരു സാമ്പത്തികമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയത്തും നമുക്ക് എമർജൻസി സേവിങ്സ് അതിനു വേണ്ടി വേണം, ഇൻഷുറൻസ് വേണം, എക്സ്ട്രാ കുറച്ച് ക്യാഷ് കരുതണം, ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും വേണം. ഇതൊന്നും നെഗറ്റീവ് തിങ്കിങ് അല്ല, ഇതൊക്കെ ഒരു സ്മാർട്ട് പ്ലാനിങ് ആണ്. അതായത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കുന്നതല്ല, എന്നാൽ നമ്മൾക്കൊരു ബാക്കപ്പ് വേണം എല്ലാ കാര്യങ്ങൾക്കും. ഒൻപതാമത്തെ പാഠം ലെസൺ 9. പണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കണക്ക് കൂട്ടലുകൾ മാത്രമല്ല, ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫ്രെയിം മാത്രമല്ല അതിനുള്ളത്, അതൊരു സൈക്കോളജി കൂടിയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ വളരെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ മേ ബി അത് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അവിടെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരും. കാരണം നമ്മൾക്ക് ഏറ്റവും നല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് നമ്മൾ സമാധാനപരമായിരിക്കുന്ന സമയത്താണ്. എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതെ, വിഷമങ്ങളില്ലാതെ, ഒരുപാട് സന്തോഷമല്ല, ഒരുപാട് സങ്കടമല്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് കറക്റ്റാക്കി എടുക്കാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ ഇമോഷൻസ് തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളെ കൂടി അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
പണത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം ഈ ഒരു ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഈ ബുക്കിൽ നിന്ന് ഞാൻ പേഴ്സണലി എടുത്ത ഏറ്റവും വലിയൊരു ലെസൺ എന്താണെന്ന് പറയാം. നമുക്ക് പണക്കാരനാവുക അല്ലെങ്കിൽ പണക്കാരിയാവുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അതേ സമയത്ത് വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മറ്റൊരു വശം കൂടിയാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവ് ചെയ്യുകയാണ്, ക്ഷമ കാണിക്കുകയാണ്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. നമ്മൾക്ക് എവിടെ വരെ വേണം, എവിടെ എത്തിയാലാണ് നമ്മളുടെ സമാധാനം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരാളെ കണ്ടാലും നമുക്ക് പിന്നെ പ്രശ്നമില്ല. മറ്റൊരാളെക്കാൾ കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളതല്ല നമ്മളുടെ വെൽത്ത് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എൻ്റെ വിശ്വാസത്തിലുള്ള വെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് എനിക്ക് സമാധാനമായി ഫ്രീഡത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്താണോ അതാണ് എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെഫിനേഷനും കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് ഞാൻ ലിങ്കിൽ കൊടുക്കാം. നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.